വീണ്ടും പറഞ്ഞ പോലെ വിനീതിൻ്റെ കൂടെ ഒന്നിക്കാതെ വരുമ്പോൾ അത് ഒരു ഇത് പ്രത്യേകത ഒന്നുമില്ല. വീണ്ടും അവൻ്റെ കൂടെ കൂടി ഒരു പടം ചെയ്യുന്നു. ഞാനിതെല്ലാം റെഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും ഇതില്ലെന്ന് പറയുന്നില്ല, എല്ലാം റെഫർ ചെയ്തിട്ടുണ്ട് തീർച്ചയായും. അല്ല, ഞാൻ തന്നെ ഇൻസ്പിറേഷൻ. എനിക്ക് വേണ്ടി എഴുതാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എഴുതി തുടങ്ങിയത്. പിന്നീടാണ് ആക്ച്വലി ഇതിപ്പോൾ 4 കൊല്ലം മുന്നെയാണിത് ഞാൻ എഴുതി തുടങ്ങിയത് തന്നെ. അപ്പോൾ ആ എഴുതി തുടങ്ങുന്നത് ഇപ്പോൾ 4 കൊല്ലം മുന്നേ, അതിന് മുന്നേ ഹെലനും ഈ പറഞ്ഞ പോലെ എഴുതാൻ നേരത്തും തലയിൽ നമുക്ക് വേണ്ടി എഴുതുന്നത്. പക്ഷേ അന്ന് ഫോർ ചാടി കയറി വന്നിട്ട് നായകൻ എന്നുള്ള രീതിയിൽ കയറുന്നതിന് പകരമായിരുന്നു അന്ന് അന്നയുടെ ഒരു ഫ്രണ്ടിൽ വെച്ചൊരു വിമൻ സെൻട്രിക് എന്നുള്ള രീതിയിൽ നമ്മൾ പുഷ് ചെയ്ത് പോയത്. അപ്പോൾ സൈഡിൽ നിന്ന് ഒന്ന് കയറി തുടങ്ങാം എന്നുള്ള രീതിയിൽ. പിന്നെ അങ്ങനെ 4 കൊല്ലം മുന്നേ ഇതിനുവേണ്ടി എടുത്തു തുടങ്ങി. 2 കൊല്ലം മുന്നെയാണ് വിനീതിനോട് ഇതിൻ്റെ കഥ പറയുന്നത്. അവിടെ പിന്നെ പ്രോഗ്രസ്സിൽ ഇങ്ങനെ വന്നു. ഈ മാൻ ഓൺ എ മിഷൻ അല്ലെങ്കിൽ ഇപ്പം മാൻ ഫ്രം നോവർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരാൾ വരുന്നു, അയാൾ ഒറ്റയ്ക്ക് പ്രശ്നങ്ങൾ നേരിടുന്നു, ഇടിച്ചിടിച്ച് നിൽക്കുന്നു. ഇത് ഫുൾ ഓഫ് ചെയ്യാൻ എന്താ നോബിൾ സ്വയം വിശ്വസിച്ചത്? ഇല്ല, ഞാൻ ഇതിനകത്ത് എഴുതിനെ ശ്രദ്ധിച്ചത് ആക്ച്വലി ഇവൻ മാൻ ഓൺ മിഷൻ ഇവനൊരാളുണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നിൽക്കുന്നവർ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഡ്രോപ്പിൽ ആ പ്ലേ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാൻ ഓൺ മിഷൻ ഉണ്ടെങ്കിൽ പോലും സിംഗിൾ ഹാൻഡഡ് അല്ല, ഇറ്റ്സ് ഒരു കൂട്ടായ്മയുടെ വർക്ക് പോലെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. ആ ഒരു എല്ലാവരുടെ സൈഡിൽ നിന്നൊരു കിക്കിട്ട് ഇങ്ങനെ പുഷ് ചെയ്താൽ അറ്റം വരെ എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ ഈ തിരയൊക്കെ എടുക്കുന്ന സമയത്ത് ടേക്കണും ട്രേഡും ഒക്കെ ആയിരുന്നു റെഫറൻസ് പോയിന്റ്. ഞാനിതെല്ലാം റെഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും ഇതില്ലെന്ന് പറയുന്നില്ല, എല്ലാം റെഫർ ചെയ്തിട്ടുണ്ട് തീർച്ചയായും. വിനീത് ശ്രീനിവാസൻ എന്നുള്ള ഒരു മനുഷ്യനെ കുറേയൊക്കെ ട്രോളി അദ്ദേഹം വേറെ സ്പേസിലിരിക്കുമ്പോഴാണ് കാരണം അനൗൺസ് ചെയ്തത്. ഇതിന് പ്രൂവ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ഇടയിലൊക്കെ ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നു? പ്രൂവ് ചെയ്യണമെന്നല്ല, ഒരു ജോണർ ഷിഫ്റ്റ് വേണമെന്ന് വിനീതിനുണ്ടായിരുന്നു, തീർച്ചയായും ഉണ്ടായിരുന്നു. ആ സമയത്താണ് പിന്നെ ട്രോളിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പം വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്നതിന് മുന്നെയാണ് ഞാൻ ഇവനോട് ഈ കഥ പറയുന്നത്. അപ്പോൾ ഈ പടം ഓൺ ആവുന്നത് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിന് മുന്നേ ഞാൻ റിലീസ് പോലല്ലോ, ഷൂട്ടിന് മുന്നേ. അത് കഴിഞ്ഞ് ട്രോളിങ് വന്നപ്പോഴത്തേനും പിന്നെ ഒരു സാഹചര്യം എത്തി, ഇത് നമുക്ക് വേണ്ടതാണ്, അറ്റ് എ പോയിന്റ് ഇപ്പോൾ ചെയ്യേണ്ട പടമാണെന്നുള്ളത് മനസ്സിലായി. ഇപ്പം നമുക്കറിയാം വയലൻസിനെയും ക്രൂവാലിറ്റിനെയും തരത്തിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള വളരെ എസ്തെറ്റിക്കലിയാണ്, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്തത്. സ്റ്റൈലിഷ് എന്ന് പറയുമ്പോൾ എസ്തെറ്റിക്കലി അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം അപ്പുറത്ത് മലയാള സിനിമ വയലൻസിനെ മൊത്തത്തിൽ ആഘോഷമാക്കുന്ന സിനിമകളും അപ്പുറത്ത് ഇറങ്ങുന്നുണ്ട്. ഇത് വിനീതിൻ്റെ ഒരു വിഷനായിരുന്നു, ഇത്ര മതി വയലൻസ്, ഇത്ര മതി ക്രൂവാലിറ്റി. അല്ല, എഴുതിയപ്പോൾ തന്നെ ഈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചതെന്ന് വെച്ചാൽ വയലൻസ് അധികം കേട്ടിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ നമ്മൾ കുറേ പടങ്ങളിൽ ഇപ്പോൾ വയലൻസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു ഫാമിലി ഓഡിയൻസ് ഒന്നും അല്ല, ഞാനിപ്പോൾ പിള്ളേരെ കൊണ്ട് ഞാൻ പോകണം, ഞാൻ അവിടെ കണ്ണുപൊത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു സാഹചര്യം വരണ്ടെന്ന് ഓർത്തു. അതുകൊണ്ട് വയലൻസ് അല്ല, ഇമോഷനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ആളുടെ പെയിൻ കാണിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ ആളെ പെയിൻ കൊടുക്കുന്നതല്ല, ആൾ റിസീവ് ചെയ്യുന്നതിൻ്റെ എൻ്റെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഫീൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ആൾ സപ്പോർട്ട് ഭയങ്കരമാണ്. ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കി എപ്പോഴെങ്കിലും വെക്കും. ഒരു ന്യൂ കമർ എന്നുള്ളൊരു ഫീലിംഗ് ഒരിക്കലും തന്നിട്ടില്ല ആരും, സെറ്റിൽ ആരും. അതൊരു മെയിൻ ഫാക്ടറായിരുന്നു. പിന്നെ നല്ല കമ്പനി ആയിരുന്നു എല്ലാവരും. ഭയങ്കര ക്യാമറ ചേട്ടന്മാരാണെങ്കിലും കോസ്റ്റ്യൂം ചേട്ടന്മാരാണെങ്കിലും പ്രൊഡക്ഷൻ ചേട്ടന്മാരാണെങ്കിലും എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. മൂവി കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് ഇറ്റ്സ് എ തിയേറ്റർ വാച്ച് മൂവി ആൻഡ് യു ഹാവ് ടു എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ തിയേറ്റർ. സോ പ്ലീസ് ഡു ഗോ വാച്ച് ദാറ്റ് ഇൻ തിയേറ്റർ. ഓക്കെ, സെയിം തിങ് തന്നെയാണ് പറയാനുള്ളത്. അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കണം. ഒരുപാട് സന്തോഷം. വീണ്ടും പറഞ്ഞ പോലെ വിനീതിൻ്റെ കൂടെ ഒന്നിക്കാതെ വരുമ്പോൾ അത് ഒരു ഇത് പ്രത്യേകത ഒന്നുമില്ല. വീണ്ടും അവൻ്റെ കൂടെ കൂടി ഒരു പടം ചെയ്യുന്നു. പിന്നെ സംഭവം ചെയ്തതൊക്കെ വർക്കായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. മൊത്തത്തിൽ പോസിറ്റീവ് റെസ്പോൺസ് ആണത്. ഇവരുടെ ഓഡിയൻസിൻ്റെ ഇടയിലിരുന്ന് പടം കാണുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്.